ഗായ്സ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ പോക്കാട്ടോ, വെള്ളായത്ത് അമ്പലത്തിൽ. അപ്പോൾ നമ്മൾ ശിവൻ്റെ അമ്പലത്തിലാണ് പോകുന്നത്. നമുക്ക് പോവാം. നമ്മൾ ഏറ്റവും ടാസ്ക് എന്ന് വെച്ചാൽ ഈ കുന്ന് നടക്കാനാണ് നമ്മുടെ ടാസ്ക്. ടാസ്കോട് വൺ ടാസ്ക്. നമ്മൾ എന്ത് ചെയ്യണം? ഓടണം. അപ്പോൾ ഗായ്സ് രാവിലെ ആയതുകൊണ്ട് ഇവിടെ വല്ലാത്തൊരു കൊതുകായിരുന്നു. കൊതുകിൻ്റെ വീടില്ലേ, അവിടെ പോയി എന്നാ വെറുതെ മനുഷ്യന്മാർക്ക് വിളിക്കാനായിട്ട് വരൂ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇനിയും കുറേ ദൂരം പോകാനുണ്ട് കേട്ടോ. ശിവൻ്റെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നിറയെ അവിടെ നിന്ന് ആ റോഡ് കഴിഞ്ഞിട്ട് കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ് ഇതെന്ത് പോവാന്ന് അറിയില്ല. അറിയുന്നവരെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗായ്സ് നല്ല സൂര്യൻ്റെ വെളിച്ചമൊക്കെ ഉണ്ട്. നേരത്തെ മുഖത്ത് തന്നെ എടുക്കുന്നു. നേരെ പോവാ. അപ്പോൾ ഗായ്സ് നമ്മൾ എത്താനായിട്ടുണ്ട്. കുറച്ചും കൂടി പോയാൽ എത്തി. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളാത്തമ്പലം ശിവക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കുളം കാണിച്ചു തരാം കേട്ടോ, വെള്ളാത്തമ്പലത്തിൽ. അപ്പോൾ ഇവിടെ മഴക്കാലത്ത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ നീന്താനുള്ള ആൾക്കാർ വരുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ശിവനെ വരച്ച കേട്ടോ ഒരു ചിത്രം. നല്ല ഭംഗിയിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കേണ്ട സ്ഥലമെല്ലാം ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അമ്പലത്തിൽ ചുറ്റാനുണ്ടാവില്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റുന്ന കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബാക്കിലത്തെ പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനെ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കലാണ് കേട്ടോ. തോതിയിട്ടല്ലേ ഇവിടെ ഇരിക്കലാണ് കേട്ടോ. ഇതാട്ടോ അമ്പലത്തിൻ്റെ മുൻവശം. നല്ല ഭംഗിയില്ല. എല്ലാവരും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറച്ചേരം ഇവിടെ ഇരിക്കണം എന്നാണ്. അപ്പോൾ ഞാനും മുത്തേച്ചിയാട്ടോ ഇത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കുളം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കുളം കേട്ടോ. ഞാനിങ്ങനെ നോക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുളം കാണാൻ. അപ്പോൾ ഇനി നമ്മൾ മേലെടുത്ത് അമ്പലത്തിൽ പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മേലെടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോക്കായ കേട്ടോ. അപ്പോൾ ഇതാണ് സമാധിത്തറ. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഗോപുരം പോലത്തെ അതിൻ്റെ മുത്തേച്ച് പണ്ട് അരി എഴുതിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിക്കലാട്ടോ സമാധിത്തറയിൽ. അപ്പോൾ ഞാനിങ്ങനെ മേലെടുത്ത് അമ്പലത്തിൽ പോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കണ്ടിട്ട് നല്ല ഇഷ്ടമുണ്ടായിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടോ. കുറച്ച് നേരം മുന്നേ ഇരുന്ന് കേട്ടോ ഇവിടെ. അപ്പോൾ ഇനി നമ്മൾ മേലെടുത്ത് അമ്പലത്തിൽ നമ്മൾ പോക്കാം കേട്ടോ. നമ്മൾ നടന്നുകൊണ്ടിരിക്കലാണ് കേട്ടോ മേലെടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഭംഗിയിൽ വെള്ളപ്പൂവാട്ടോ. ഒന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മേലെടുത്ത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. മേലെടുത്ത് അമ്പലത്തിൽ പോകാം. അപ്പോൾ അതാണ് കേട്ടോ മേലെടുത്ത് അമ്പലം. അപ്പോൾ അവിടെ മേലെടുത്ത് അമ്പലത്തിൽ പ്രാർത്ഥിച്ച് അവിടെ ഭണ്ണാരത്തിൽ പൈസ എല്ലാം ഇട്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ ഞാൻ കുട പിടിച്ച് നല്ല മഴക്കാറ് വരുന്നുണ്ട്. അഥവാ മഴ പെയ്താൽ പിന്നെ നനയണ്ട. അപ്പോൾ ഞാൻ കുട തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ വെള്ളാത്തമ്പലത്തിൻ്റെ നമ്മൾ നടന്നു പോകുമ്പം കാണുന്നുണ്ട് കേട്ടോ വെള്ളാത്തമ്പലം. അപ്പോൾ ഗായ്സ് ഇതാട്ടോ പൂച്ച നട റോട്ടിൽ കിടക്കുന്നത്. അപ്പോൾ പൂച്ച നമ്മൾ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഗായ്സ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയും. മറ്റൊരു വീഡിയോ കാണാൻ എല്ലാവരും ഷെയറും കമൻറ്റ് സബ്സ്ക്രൈബ് തൊട്ടടുക്കുന്ന ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. ഇന്ന് കമൻറ്റിൻ്റെ താഴെ പറയണ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ബൈ.